ഗൾഫ് മേഖലയിൽ യുദ്ധസാധ്യത വീണ്ടും വർദ്ധിക്കുന്നു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വെടിനിർത്തല് കരാര് ലംഘിച്ച പശ്ചാത്തലത്തില് യുദ്ധക്കളത്തില് പുതിയ തന്ത്രങ്ങള് പ്രയോഗിക്കുമെന്ന് ഇറാന് മുന്നറിയിപ്പ് നൽകി. രണ്ടാഴ്ചത്തെ താൽക്കാലിക വെടിനിർത്തല് അവസാനിക്കാനും മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ സമാധാന ചർച്ചകൾക്കായി അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ജെ.ഡി. വാൻസ് പാകിസ്ഥാനിലേക്ക് പുറപ്പെട്ടു. ഇസ്ലാമാബാദില് വെച്ച് നിർണായകമായ ചർച്ചകള് നടക്കാനിരിക്കെയാണ് ഇരുപക്ഷവും വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ഹോർമൂസ് കടലിടുക്കില് അമേരിക്ക ഏർപ്പെടുത്തിയ നാവിക ഉപരോധം പിൻവലിക്കാതെ ഒരു ചർച്ചയ്ക്കുമില്ലെന്ന് ഇറാന്റെ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഗർ ഗാലിബാഫ് വ്യക്തമാക്കി. ഉപരോധത്തിലൂടെ ഇറാനെ കീഴടങ്ങാന് നിർബന്ധിതമാക്കാമെന്നത് ട്രംപിന്റെ വ്യാമോഹം മാത്രമാണെന്നും അദ്ദേഹം പരിഹസിച്ചു. ചർച്ചകള് ഭീഷണിയുടെ നിഴലിലാകുന്നത് അംഗീകരിക്കാനാവില്ലെന്നും തങ്ങള് പുതിയ ആയുധങ്ങളും തന്ത്രങ്ങളും പുറത്തെടുക്കാന് സജ്ജമാണെന്നും ഗാലിബാഫ് മുന്നറിയിപ്പ് നൽകി. ഇറാനിലേക്കുള്ള കപ്പലുകള് തടയുന്നതിനും പരിശോധിക്കുന്നതിനും പുറമെ ആയുധങ്ങളുണ്ടെന്ന് സംശയിക്കുന്ന ചരക്കുകപ്പലുകള് പിടിച്ചെടുക്കാനും ട്രംപ് ഭരണകൂടം ഉത്തരവിട്ടിട്ടുണ്ട്.